Hello everyone, welcome to my channel Raindrop Space. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ISVSC ഡാറ്റ ചെക്ക് സ്റ്റാറ്റസ് എങ്ങനെ നോക്കാം എന്നുള്ളതാണ്. മുന്നേ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് ISVSIയുടെ ഡാറ്റ ചെക്ക് എങ്ങനെയാണ് ചെയ്യുക, അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള സ്റ്റെപ്സ് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അതായത് നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കുന്നത് വരെയുള്ളതാണുള്ളത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മളുടെ ഡാറ്റ ചെക്ക് കഴിഞ്ഞിട്ട് അതിൻ്റെ സ്റ്റാറ്റസ് നമ്മൾ എങ്ങനെയാണ് നോക്കേണ്ടത്, അതിൻ്റെ ഒരു വീഡിയോ ആണത്. അപ്പോൾ ഇതിന് നമുക്ക് ആവശ്യമുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ISVSIയുടെ ഡാറ്റ ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യമുള്ളത് മെയിനായിട്ട് അതിൻ്റെ സ്റ്റാറ്റസ് നോക്കുമ്പോൾ CRN നമ്പർ എന്ന് പറഞ്ഞാൽ ക്ലയൻറ്റ് റെഫറൻസ് നമ്പർ. ഇത് നമുക്ക് നമ്മുടെ ബിൽ പേയ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് ആ ബിൽ പേയ്മെൻറ്റിൻ്റെ റിസീപ്റ്റിനകത്ത് നമ്മളുടെ ക്ലയൻറ്റ് റെഫറൻസ് നമ്പർ ഉണ്ടായിരിക്കും. പിന്നെ വേണ്ടത് ബാർകോഡാണ്. പിന്നെ പാസ്പോർട്ട് നമ്പർ നമുക്ക് നമ്മളുടെ സ്വന്തം പാസ്പോർട്ട് നമ്പർ നമുക്ക് എല്ലാവർക്കും അറിയാം. പിന്നെ ബാർകോഡ്, ഈ ബാർകോഡ് കിട്ടുന്നത് നമുക്ക് നമ്മളുടെ ISVSIയുടെ ഡാറ്റ ചെക്കിന് വേണ്ടിയിട്ട് നമ്മൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ അവർ നമുക്ക് ഈ ആപ്ലിക്കേഷൻ ആക്സെപ്റ്റ് ചെയ്തിട്ട് ആക്സെപ്റ്റ് മെയിലായിട്ട് അത് അയക്കും. അപ്പോൾ ഈ ആക്സെപ്റ്റ് മെയിലിനകത്ത് നമ്മളുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഈ CRN നമ്പർ, ബാർകോഡ്, അതുപോലെ പാസ്പോർട്ട്, ഈ നമ്പേഴ്സ് എല്ലാം ഉണ്ടായിരിക്കും. ഞാൻ എൻ്റെ ജിമെയിൽ ഉപയോഗിച്ചിട്ടുള്ള എൻ്റെ എങ്ങനെയാണ് ആപ്ലിക്കേഷൻ്റെ ISVSIയുടെ ഡാറ്റ ചെക്കിൻ്റെ ആപ്ലിക്കേഷൻ്റെ സ്റ്റാറ്റസ് നോക്കിയെന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ എൻ്റെ ജിമെയിൽ ഓപ്പൺ ചെയ്തു. ഞാൻ എൻ്റെ ആപ്ലിക്കേഷൻ ആക്സെപ്റ്റ് ചെയ്തിട്ടുള്ള മെയിൽ എനിക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ മെയിൽ എടുത്തു. അപ്പോൾ ഈ മെയിലിനകത്ത് നമ്മൾ ഈ ആപ്ലിക്കേഷൻ മെയിലിനകത്ത് നോക്കി കഴിഞ്ഞാൽ അറിയാം, കൺഗ്രാജുലേഷൻ, യുവർ കേസ് ഹാസ് ബീൻ accepted, your reference number has been created and mentioned below. അപ്പോൾ എനിക്ക് ആ നമ്പേഴ്സ് എല്ലാം ഇപ്പോൾ എനിക്കിവിടെ എൻ്റെ ആപ്ലിക്കേഷനെ സംബന്ധിക്കുന്ന എല്ലാ ഡീറ്റെയിൽസും തന്നിട്ടുണ്ട്. ഇപ്പോൾ CRN നമ്പർ, ബാർകോഡ്, പാസ്പോർട്ട് നമ്പർ. ഇവിടെ ഞാൻ www.isvsc.com SA എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഞാനത് ക്ലിക്ക് ചെയ്തു. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ എനിക്ക് ഇതെങ്ങനെ ഒരു സൈറ്റാണ് ഓപ്പൺ ആവുക. അവിടെ ഈ 3 ലൈൻസിൽ ക്ലിക്ക് ചെയ്യാം. ഏകദേശം ഒരു വലത്തെ സൈഡിൽ മുകളിലായിട്ടാണ് ഇത് കാണാം. അപ്പോൾ അവിടെ ഇങ്ങനെ എഴുതിയിട്ടുണ്ട് അബൌട്ട് അവർ സർവീസസ്, റിസോഴ്സസ്, സ്റ്റാർട്ട് വെരിഫിക്കേഷൻ, ചെക്ക് ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ്, കോൺടാക്റ്റ് അസ്. അപ്പോൾ ഇതിൽ ചെക്ക് ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് എടുക്കുക. ഇപ്പോൾ ചെക്ക് ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് എടുക്കുമ്പോൾ ഇങ്ങനെ വന്നിട്ടുണ്ട് കേസ് നമ്പർ, ക്ലയൻറ്റ് റെഫറൻസ് നമ്പർ, ബാർകോഡ്, പാസ്പോർട്ട് നമ്പർ. അപ്പോൾ ഇവിടെ നമ്മുടെ ബാർകോഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക, പാസ്പോർട്ട് നമ്പറും ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ദെൻ സെർച്ച് ക്ലിക്ക് ചെയ്യുക. ബാർകോഡ് ഞാനിവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഞാനിവിടെ സെർച്ച് കൊടുത്തപ്പോൾ എനിക്ക് ആപ്ലിക്കേഷൻ്റെ സ്റ്റാറ്റസ് ഇതിങ്ങനെയാണ് വന്നത്. ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് എൻ്റേത് അങ്ങനെ കംപ്ലീറ്റഡ് ആയതുകൊണ്ട് കംപ്ലീറ്റഡ് എന്നുള്ള ഒരു സ്റ്റാറ്റസാണ് എനിക്ക് വന്നിട്ടുള്ളത്. ഇങ്ങനെയാണ് നമ്മൾ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് നോക്കിയിട്ടുള്ളത്. അപ്പോൾ ഇത് ഞാൻ നോക്കിയിട്ടുള്ളത് മെയിൽ ഉപയോഗിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ജസ്റ്റ് ഞാൻ ഗൂഗിൾ ഇതുകൂടാതെ നമ്മുടെ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് നമുക്ക് അറിയാനായിട്ട് നമുക്ക് നമ്മുടെ റെഫറൻസ് നമ്പറും പാസ്പോർട്ട് നമ്പറും വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് നോക്കാം. ISVSC ഡാറ്റ ചെക്കിനെ കുറിച്ച് എങ്ങനെയാണ് ഡാറ്റ ചെക്കിൻ്റെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുക എന്നുള്ളതിൻ്റെ ഒരു ഐഡിയ ക്ലിയർ ആയിട്ടും കിട്ടി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ISVSC ഡാറ്റ ചെക്കിൻ്റെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുമ്പോൾ സാധാരണയായിട്ട് കണ്ടുവരാറുള്ളത് ഒന്നുകിൽ ഡാറ്റ ചെക്ക് നമുക്ക് വേണമെങ്കിൽ ഇൻസഫിഷ്യൻസി കാണിക്കാറുണ്ട്. അപ്പം അങ്ങനെ ഇൻസഫിഷ്യൻസി കാണിക്കുന്നുണ്ടെങ്കിൽ എന്താണ് ഇൻസഫിഷ്യൻസി കാണിക്കുന്നതെന്ന് വെച്ചാൽ അതനുസരിച്ചുള്ള ഡാറ്റാസ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും. പിന്നെ ചിലപ്പോൾ ഇൻവാലിഡ് ആയിട്ട് കാണിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ അണ്ടർ വാലിഡേഷൻ എന്ന് പറഞ്ഞിട്ട് കാണിക്കാറുണ്ട്.
പിന്നെ വർക്കിംഗ് പ്രോഗ്രസ് എന്നുള്ള ഒരു ഇത് കാണിക്കാറുണ്ട്. അപ്പോൾ വർക്കിംഗ് പ്രോഗ്രസ് എന്നാണ് നമുക്ക് കാണിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. ഏകദേശം ഒരു 35 ഡേയ്സ് കഴിയുമ്പോഴേക്കും നമുക്ക് അതിൻ്റെ ഒരു നല്ലൊരു കംപ്ലീറ്റഡ് എന്നുള്ളൊരു റിപ്ലൈ നമുക്ക് സ്റ്റാറ്റസിൽ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. വർക്കിംഗ് പ്രോഗ്രസ് ആണെങ്കിൽ നിങ്ങൾ അധികം ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. അത് ഏകദേശം നമുക്ക് ക്ലിയർ ആയിട്ട് നടക്കും. അപ്പോൾ ഇതാണ് ഒരു നമ്മുടെ ISVSC ഡാറ്റ ചെക്കിൻ്റെ ഒരു സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുന്ന രീതി. അപ്പോൾ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യാൻ നമുക്ക് വേണ്ടത് മെയിനായിട്ട് ബാർകോഡും അതുപോലെ പാസ്പോർട്ട് നമ്പറുമാണ് വേണ്ടത്. ഇത് വെച്ചിട്ട് നമുക്ക് നമ്മളെ വളരെ ക്ലിയർ ആയിട്ട് നമ്മുടെ മെയിലിൽ സൈറ്റ് ഓപ്പൺ ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ ഗൂഗിളിൽ സൈറ്റ് ഡയറക്റ്റ് കയറിക്കൊണ്ടോ ലോഗിൻ ചെയ്തുകൊണ്ടോ നമുക്ക് നമ്മുടെ സ്റ്റാറ്റസ് വളരെ ക്ലിയർ ആയിട്ട് ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഡാറ്റ ചെക്ക് ചെയ്യുമ്പോൾ എല്ലാവർക്കും കോമൺ ആയിട്ടുള്ളൊരു ഡൗട്ടാണ്. ഡാറ്റ ചെക്ക് ചെയ്യുമ്പോൾ ഞങ്ങൾ പേയ്മെൻറ്റ് ചെയ്യുന്ന രീതിയെ കുറിച്ചുള്ളൊരു ചെറിയ ഡൗട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ഞാൻ ജസ്റ്റ് ഈ വീഡിയോയിൽ ചെറുതായിട്ടൊന്ന് ക്ലിയർ ചെയ്തേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ഡാറ്റ ചെക്ക് ചെയ്യുമ്പോൾ പേയ്മെൻറ്റ് ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട. അപ്പോൾ പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് നമുക്ക് വേണ്ടത്, ഇപ്പോൾ നമ്മളിപ്പോൾ ഇന്ത്യൻസ് ആണ്, അപ്പോൾ നമ്മൾ കുവൈറ്റിൽ സാധാരണ ഈ ഡാറ്റ ചെക്കിന് കുവൈറ്റ് ദിനാറിലാണ് പേയ്മെൻറ്റ് നടത്തുന്നത്. അപ്പോൾ നമുക്ക് സാധാരണ അങ്ങനെ പേയ്മെൻറ്റ് നടത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു ബാങ്കുമായിട്ട് കോൺടാക്റ്റ് ചെയ്ത് ഒരു ക്രെഡിറ്റ് കാർഡ് സംഘടിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് സാലറീഡ് പേഴ്സൺസ് ആയതുകൊണ്ട് തന്നെ ഒരു ക്രെഡിറ്റ് കാർഡ് കിട്ടും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ ക്രെഡിറ്റ് കാർഡ് വെച്ചിട്ട് നമുക്ക് ബിൽ പേയ്മെൻറ്റ് നടത്താം. അപ്പോൾ നമുക്ക് ക്രെഡിറ്റ് കാർഡിൽ നിന്ന് ഇന്ത്യൻ റുപ്പി വന്നിട്ട് കുവൈറ്റ് ദിനാറിലോട്ട് കൺവേർട്ട് ചെയ്യും. അപ്പോൾ കുവൈറ്റ് ദിനാറിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ ചെറിയൊരു ആ കൺവേർട്ട് ചെയ്യുന്നതിൻ്റെ ഒരു ചാർജ് എന്തായാലും വരും. ദിനാറിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ചാർജ് അത് ക്രെഡിറ്റ് കാർഡിൽ നിന്ന് നമുക്ക് കട്ടായിട്ട് വരും. എന്തായാലും സാധാരണ ഇപ്പോൾ ഉള്ള ഡാറ്റ ചെക്കിന് 90 KD ആണ് വരുന്നത്. അപ്പോൾ ഏകദേശം ഒരു അതിൻ്റെ വില പ്രൈസ് വാല്യൂ അനുസരിച്ച് ഏകദേശം ഒരു ബിലോ 25, 22 ആ ഒരു റൗണ്ടിലാണ് നമുക്ക് ക്രെഡിറ്റ് കാർഡിൽ നിന്ന് പൈസ കട്ടാവുക. പിന്നെ ആ സർവീസ് പേയ്മെൻറ്റും കൂടി വരാറുണ്ട്. അപ്പം അങ്ങനെയാണ് സാധാരണയായിട്ട് നമുക്ക് ഈ ബിൽ പേയ്മെൻറ്റ് ചെയ്യേണ്ടത്. ഇനി അല്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ദിനാറിൽ തന്നെ പേയ്മെൻറ്റ് നടത്താം. ഇൻ കേസ് കുവൈറ്റിൽ ആരെങ്കിലും റിലേറ്റീവ്സോ ഫ്രണ്ട്സോ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ കയ്യിൽ ഇപ്പോൾ കാർഡ്സ് ഉണ്ടെങ്കിൽ കാർഡ് പേയ്മെൻറ്റ് വെച്ചിട്ട് നമുക്ക് ദിനാറിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ ബിൽ പേയ്മെൻറ്റ് ചെയ്യാം. അപ്പോൾ 2 രീതിയിൽ നമുക്ക് വേണമെങ്കിൽ ബിൽ പേയ്മെൻറ്റ് ചെയ്യാം. അപ്പോൾ ഈ ബിൽ പേയ്മെൻറ്റിനെ ഓർത്തിട്ട് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ചെക്കിനെ സംബന്ധിക്കുന്ന ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്. സൈനിങ് ഓഫ് റെയിൻ ഡ്രോപ്പ് സ്പേസ്.